തലേദിവസം മഴയുണ്ടെങ്കിൽ കാട് ഇതുപോലെ മഞ്ഞണിഞ്ഞ് നിൽക്കും കേട്ടോ. ഇന്നലെ ചെറിയൊരു ചാറലൊക്കെ ഉണ്ടായെന്ന് തോന്നുന്നു. അത് കാരണം കൊണ്ട് കാട്ടിൽ ചെറിയൊരു മഞ്ഞുവീഴ്ച ഉണ്ടായിരുന്നു. കുറച്ച് ദിവസമായില്ലേ നമ്മൾ ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ട്. എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ശ്രീയാണ് കേട്ടോ. കിച്ചണിലേക്ക് എന്തെങ്കിലും പുതിയത് മേടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കാണിച്ചു തന്നില്ലെങ്കിൽ വലിയ സമാധാനക്കേടാ. അത് കാരണം കൊണ്ട് നമ്മുടെ പുതിയ ഓയിൽ സ്പ്രെയർ വന്നിട്ടുണ്ട്. അത് 2 ഒന്ന് അൺബോക്സിങ് ചെയ്ത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ആക്ച്വലി നമ്മുടെ കയ്യിൽ ഒരെണ്ണം ഉണ്ടായിരുന്നല്ലോ, കറുപ്പ. അത് ഞെക്കുമ്പോൾ അതിൻ്റെ വായയിൽ കൂടെ ഒന്നുമല്ല ഇപ്പോൾ ഓയിൽ പുറത്തേക്ക് വരുന്നത്, വേറെ ഏതൊക്കെ വഴികളിലൂടെയാണ്. അത് കാരണം കൊണ്ട് കോംബോ പാക്കിലുള്ള ഇവരെ 2 പേരെ മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഗ്ലാസിൻ്റെ ബോട്ടിലാണ്. അതിൻ്റെ ആ കളർ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടായിരുന്നു. അത് കാരണം കൊണ്ടാണ് ആ ഒരു ഷെയ്ഡ് തന്നെ എടുത്തത്. ബ്ലാക്കും ഉണ്ട് കേട്ടോ. പിന്നെ ഇതാണ് നമ്മുടെ പഴയ ഒരു ഓയിൽ സ്പ്രെയർ എന്ന് പറയുന്നത്. ഇതിപ്പോൾ ഓയിലൊക്കെ വരും, പക്ഷെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ചെറിയ വേറൊരു സൈഡിൽ കൂടെ ലീക്ക് പോലെ ഇങ്ങനെ വരിക. കുറേ അവിടെ ഇവിടെയൊക്കെ കുത്തിയൊക്കെ നോക്കി, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ നോക്കി, പക്ഷെ സംഭവം സെറ്റാവണില്ല. നമുക്കാണെങ്കിൽ ഇപ്പോൾ ഓയിൽ വളരെ കുറവ് മതി. അത് കാരണം കൊണ്ട് നമുക്കിതുപോലെ എന്തെങ്കിലും സ്പ്രെയർ വെച്ചിട്ട് മൊത്തത്തിലൊന്ന് നമ്മുടെ ഫുഡിങ്സിൽ അടിച്ചു കൊടുക്കുകയായിരിക്കും നല്ലത്. അപ്പോൾ നമ്മൾ കുറച്ച് ഒലിവ് ഓയിൽ ഒരെണ്ണത്തിൽ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ വെളിച്ചെണ്ണ ഇല്ലാത്ത കച്ചവടമില്ലല്ലോ, അപ്പോൾ വെളിച്ചെണ്ണയും ഒരെണ്ണത്തിൽ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റുകളൊക്കെ ടാഗ് ചെയ്ത് കൊടുക്കാം. ഇന്ന് നമ്മൾ ദോശയും പനീറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ജിമ്മിൽ പോണേക്കാൾ മുമ്പ് എന്തെങ്കിലും കഴിച്ചിട്ട് പോകണം. കാരണം ഇന്ന് എനിക്ക് ലെഗ് ഡേയോ അല്ലെങ്കിൽ അപ്പർ ബോഡിയോ ആവാനാണ് വഴി. അപ്പോൾ നമുക്ക് കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റും അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും കാശ്മീരി ചില്ലിയും കൂട്ടിയിട്ട് നമ്മുടെ പനീർ നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഇത് നമ്മുടെ ഇഷ്ടത്തിനാണ് കേട്ടോ മാരിനേഷൻ നമ്മൾ നടത്താറുള്ളത്. പിന്നെ ഇതുപോലെ പോർ ചെയ്ത് കൊടുക്കാനും സ്പ്രേ ചെയ്ത് കൊടുക്കാനും ഈ ഒരു ബോട്ടിൽ കൊണ്ട് പറ്റും. അപ്പോൾ അതിൽ നമ്മൾ കുറച്ച് ഒലിവെണ്ണയും അതുപോലെ തന്നെ വെളിച്ചെണ്ണയും മിക്സ് ചെയ്ത് ഒഴിച്ചിട്ട് നമ്മുടെ ഈ ഒരു പനീർ നമുക്ക് വേവിക്കാൻ വേണ്ടി വയ്ക്കാം. പിന്നെ കുനുകുന അരിഞ്ഞിട്ടുള്ള നമ്മുടെ ഈ ഒരു എന്താ പറയുക, പിന്നെ സബോള. ആക്ച്വലി നമ്മുടെ ചോപ്പറിലാണ് നമ്മൾ അരിഞ്ഞെടുക്കാറുള്ളത്. പിന്നെ നമ്മുടെ ചോപ്പർ ഇപ്പോൾ കേടായി. ബട്ടർഫ്ലൈയുടെ ചോപ്പറാണ് കേട്ടോ. ഞാനൊരു 3 വർഷമായി അത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ വേറെ ഒരെണ്ണം മേടിച്ചു, നമ്മളിങ്ങനെ ഇലക്ട്രിക്കലായിട്ടുള്ളത്. പക്ഷെ അത് അൺബോക്സിങ് ചെയ്ത് നിങ്ങളെ കാണിച്ചു തരാനായിട്ടുള്ളൊരു സാവകാശം എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ നമുക്ക് ഈ കുനുകുന കൈകൊണ്ട് അരിഞ്ഞെടുത്ത നമ്മുടെ സവാള അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. ഞാൻ എല്ലാവരും ഉണ്ടാക്കുന്ന പോലെയല്ല കേട്ടോ പനീർ കറി ഉണ്ടാക്കുക. ഞാൻ എൻ്റെ കൺവീനിയൻ്റ് ആയിട്ടാണ് ഉണ്ടാക്കുക. ചിലത് മിക്സിയിലൊക്കെ അടിച്ച് തക്കാളിയൊക്കെ ചേർത്ത് അങ്ങനെയൊന്നും എനിക്കിവിടെ നേരില്ല. കാരണം 7 മണിയാകുമ്പോഴേക്കും ശ്രീകുട്ടന് സ്കൂളിൽ പോകണം. അതിനേക്കാളും മുന്നേ സംഭവങ്ങളൊക്കെ ശരിയാവണം. അപ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ഗരം മസാലയും അതോടൊപ്പം തന്നെ പിന്നെ മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ആ പച്ചക്കുത്ത് മാറുന്ന വരെ തട്ടിക്കൂട്ടി എടുക്കാം. അതോടൊപ്പം തന്നെ ഞാൻ ഈ സവോള തക്കാളി ഒഴിക്കുന്നതിനേക്കാൾ പകരം നമ്മൾ ടൊമാറ്റോ പ്യൂരി ഉണ്ടാക്കി വയ്ക്കും വീട്ടിൽ. നമ്മുടെ കടയിൽ തക്കാളി ഇങ്ങനെ നല്ല വില കുറവിന് വരുമ്പോഴേ ഞാനൊരു 3-4 കിലോ കൊണ്ടുവന്നിട്ട് കുറുക്കി സെപ്റ്റാക്കി വയ്ക്കും. അതും കുറച്ച് നമ്മുടെ സോയാ സോസും പിന്നെ ക്രീമാണ് ഒഴിക്കണത് കേട്ടോ. ഇപ്പോൾ നമ്മൾ എന്താ പറയുക, നാളികേരം പൊതിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ കൂറ്റിയിട്ട അത് കാരണം കൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഏറ്റവും ലാസ്റ്റ് നമ്മുടെ ആ ഒരു പനീർ വറുത്തളം കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വെറ്റിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ പനീർ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ദോശ പിന്നെ ആദ്യത്തെ ദോശ എന്തായാലും ഇങ്ങനെയാണല്ലോ വരുള്ളൂ. അതെന്താണെന്നറിയില്ല, വർഷങ്ങളായിട്ട് ഈ ഒരു ശീലമാണ് ദോശയുടെ ഇങ്ങനെ വരുള്ളൂ എന്ന്. ഇപ്പം ഞാൻ അതിലും കുറച്ച് ഒലിവൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ദോശയും കുറച്ച് കറിയാണ് നമ്മൾ കഴിച്ചിട്ട് പോവുക കാലത്ത്. ഇതെന്നും കഴിക്കില്ല കേട്ടോ. നമ്മൾ ലെഗിനടിക്കുന്ന ദിവസങ്ങളിൽ മാത്രമാണ്, അതായത് ലെഗ് വർക്കൗട്ട് ചെയ്യുന്ന ദിവസങ്ങളിൽ മാത്രമാണ് ഇത് കഴിക്കുള്ളൂ. അല്ലെങ്കിൽ നന്നായിട്ട് ടയേർഡാവും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ഭയങ്കര വർക്കൗട്ടുകാരിയാണ്. അല്ല കേട്ടോ, ഇത് ഈ ഒരു മാസമായിട്ട് തുടങ്ങിയിട്ടുള്ള പരിപാടിയാണ്. കാരണം ഭക്ഷണം കഴിക്കാണ്ട് പോയിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ടയേർഡാവുക. അപ്പോൾ നമുക്ക് പതുക്കെ ശ്രീകുട്ടനെ സെറ്റാക്കിയിട്ട് ഭക്ഷണം നമുക്ക് കഴിക്കാം കേട്ടോ. നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരം പോകാനുണ്ട് ശ്രീകുട്ടൻ്റെ സ്കൂൾ വണ്ടി വരുന്ന സ്ഥലത്തേക്ക്. അതിൻ്റെ കുറച്ച് ദൂരത്ത് നിന്ന് തന്നെയാണ് നമ്മുടെ ജിമ്മും വരുന്നത്. മരുട്ടിച്ചാലം എന്ന് പറയുമ്പോൾ ഇവിടെ അടുത്തുള്ള സ്ഥലത്താണ്. ഈ ജിമ്മിന് പോകുമ്പോൾ എന്തിനാണ് ശ്രീ കുറി തൊടുന്നതെന്നുള്ളതിൻ്റെ ഉത്തരപ്പ് പിടികിട്ടിയില്ലേ. ശ്രീകുട്ടനെ തൊട്ട് കൊടുത്ത കുറി ബാക്കിയുള്ളത് എവിടെയും വെച്ച് തയ്ക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ എൻ്റെ നെറ്റിയിൽ അങ്ങോട്ട് തയ്ക്കും. അതാണ് കേട്ടോ കാലത്ത് മിക്കതും നിങ്ങൾ നമ്മുടെ വർക്കൗട്ടിൻ്റെ ഒക്കെ വീഡിയോ കാണുമ്പോൾ എൻ്റെ നെറ്റിയിൽ ചന്ദനം കാണുന്നത്. അങ്ങനെ ശ്രീകുട്ടന് ചോറൊക്കെ വാരി കൊടുക്കും. ഇപ്പോഴും ചോറ് വാരി കൊടുക്കുന്ന അമ്മമാരുണ്ടോ? ഞാൻ +2 വരെ
അമ്മ ചോറ് വാരി തരുമായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഇതുപോലെ ചോറൊക്കെ ഇങ്ങനെ നമ്മുടെ ടവലിലൊക്കെ കിട്ടി. അതൊക്കെ ഇപ്പോഴും നമ്മൾ ഫോളോ ചെയ്യുമ്പോഴേ എന്താ 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 ഒരു വല്ലാത്ത സംതൃപ്തിയാണ് അതിലൊക്കെ. ചോറ് വാരി കൊടുക്കുമ്പോഴായാലും ടവലിൽ നമ്മുടെ ചോറും പാത്രം കെട്ടി ബാഗിൽ വെച്ച് കൊടുക്കുമ്പോഴായാലും ഒക്കെ. ശ്രീകുട്ടനാണെങ്കിൽ ശ്രീകുട്ടൻ്റെ പിന്നാലെ കിടന്ന് നമ്മൾ വാരി കൊടുക്കണം ചോറ്. അന്ന് ചോറ് ഉണ്ടിട്ടേ പോവുള്ളൂ. കാരണം ഉച്ചയ്ക്ക് ആൾക്ക് എന്തെങ്കിലും നോൺ വെജ് ഇല്ലാണ്ട് ഇറങ്ങാൻ ഒത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ പനീറൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ചപ്പാത്തിയൊക്കെ കഴിക്കും, പക്ഷെ ചോറ് കഴിക്കില്ല. അപ്പോൾ ചോറ് വീട്ടിൽ നിന്ന് തന്നെ കൊടുത്ത് വിടലാണ് നമ്മൾ പതിവ് കേട്ടോ. അങ്ങനെ കുറച്ച് ചോറും നല്ല കടുമാങ്ങാച്ചാറും പിന്നെ നമ്മുടെ ആ ഒരു എന്താ പറയുക പനീറൊക്കെ വാരി തിന്നുന്നുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇമോഷണൽ ബ്ലാക്ക് മെയിലിങ് ചെയ്യും. അമ്മേരെ മോനല്ലേ ചക്കരയല്ലെന്ന്. ഇത് പാടില്ല എന്നാണ് പറയുക. ശീലങ്ങളൊക്കെ പതുക്കെ പതുക്കെ മാറി വന്നോളൂ കേട്ടോ. നമ്മൾ ഒരുപാട് എഫേർട്ട് എടുത്ത് ശീലങ്ങൾ മാറ്റാൻ നിർത്തണ്ട, എന്നാൽ നമ്മളത് മാറ്റാൻ ശ്രമിക്കുകയും കൂടെ വേണം. മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് പോകാനുള്ള സാധനങ്ങളൊക്കെ സെറ്റാക്കി വയ്ക്കാം. നമ്മുടെ ടവല്, ഒരു കുപ്പി വെള്ളം, പിന്നെന്താ നമ്മൾ കൊണ്ടുപോകാറുള്ളത്, പിന്നെ നമ്മൾ കൊണ്ടുപോകാറില്ല, ഗ്ലൗസ് കൊണ്ടുപോകും ചില ദിവസങ്ങളിൽ. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ മഴ പെയ്തതിൻ്റെയാണ് ഈ കാണുന്ന ഈ ഒരു കോട. നല്ല രസമാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. മൂക്ക് മുട്ടിയാൽ അറിയില്ല, മാത്രമല്ല ഗംഭീര തണുപ്പായിരിക്കും. 2 വീലറിൽ പോകുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുക. ഇന്നിപ്പോൾ ശ്രീകുട്ടനെ ഞാൻ കൊണ്ടുപോകണില്ല, കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഭാഗ്യം നേരെ കടയിലേക്ക് പോവാണേ. അപ്പോൾ ആ വഴിക്ക് ശ്രീകുട്ടനെ അങ്ങനെ നമ്മുടെ സ്കൂൾ വണ്ടിയിൽ എടുത്താക്കിയിട്ട് ഭാഗ്യനും അങ്ങോട്ട് പൊക്കോളും. അപ്പോൾ എനിക്കിങ്ങനെ ആടിപ്പാടി പതുക്കെ ചെടികളൊക്കെ നനച്ച് ഈ ഒരു പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് പതുക്കെ അങ്ങ് വീട്ടിലേക്ക് ഇറങ്ങിയാൽ മതി. കാലത്ത് തന്നെ കുറച്ച് റിലാക്സ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആ ദിവസം കുറച്ചും കൂടി പ്രൊഡക്റ്റീവ് ആക്കാൻ പറ്റാറുണ്ട് നമുക്ക്. ഇതൊക്കെ എൻ്റെ മാത്രം ചിന്തകളാണ് കേട്ടോ. എല്ലാവർക്കും ഇങ്ങനെയൊന്നും ആയിക്കൊള്ളണമെന്നൊന്നുമില്ല. അപ്പോൾ നമ്മൾ നമ്മുടെ ഒരു ചിന്താഗതിയിലാണല്ലോ കാര്യങ്ങൾ പറയുക. അപ്പോൾ ഇന്ന് ഞാൻ ഒരു 3-4 നമ്മുടെ ബദാം എടുത്ത് വായിലിട്ട് നമ്മുടെ പനീർ കൂട്ടി ഒരു ദോശ കഴിച്ച് വെള്ളമൊക്കെ നിറച്ച് വെച്ച് പതുക്കെ ഇറങ്ങാൻ വേണ്ടി റെഡിയാവാണ്. കാലത്ത് വർക്കൗട്ട് ചെയ്യുമ്പോൾ ഒരു പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അന്നത്തെ ദിവസം പിന്നെ നമുക്ക് ഇനി വർക്കൗട്ട് ചെയ്യണമല്ലോ എന്നുള്ള ചിന്തകളൊന്നും വേണ്ടാതെ തന്നെ മുന്നോട്ട് പോകാം. ഇനിയിപ്പോൾ അഥവാ കാലത്ത് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും വൈകുന്നേരം ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷനും കൂടി ഉണ്ട്. അപ്പോൾ വൈകുന്നേരത്തേക്ക് മാറ്റി, വൈകുന്നേരത്ത് നിന്ന് പകലേക്ക്, അതായത് രാവിലേക്ക് മാറ്റിയതിൻ്റെ കാരണം അതാണ്. മാത്രമല്ല കാലത്ത് ഇങ്ങനെ നല്ല ആസ്വദിച്ച് ഈ ഒരു പ്രകൃതിയിലെ ആ ഒരു മഞ്ഞൊക്കെ കൊണ്ട് ജിമ്മിലേക്ക് ഇങ്ങനെ കാലത്ത് പോകാമെന്ന് പറഞ്ഞാൽ അതൊരു രസമാണ്. അപ്പോൾ നമുക്ക് പതുക്കെ പോവാട്ടോ. ഞാനിപ്പോൾ വണ്ടി ഓടിപ്പിക്കാൻ നല്ല എക്സ്പേർട്ടായിട്ടോ. എനിക്കിപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് വണ്ടി ഓടിപ്പിച്ച് ഇങ്ങനെ ജിമ്മിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അധികം ദൂരമൊന്നും പോകില്ല, എന്നാലും കുറച്ച് ദൂരങ്ങളൊക്കെ പോകാറുണ്ട്. അങ്ങനെ നമ്മൾ ജിമ്മിൽ പോകുന്ന വഴി നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇത് അതിമനോഹരമായിട്ടുള്ള മരോട്ടിച്ചാൽ വല്ലൂർ കുത്തിൻ്റെ അടുത്തേക്ക് പോകുന്ന ഒരു മലയോര പാതയാണ്. ഇതിലാണ് നമ്മുടെ ഹൈവേ ഒക്കെ വരിക എന്നാണ് പറയപ്പെടുന്നത്. ചുറ്റും റബ്ബറും തോട്ടങ്ങളും വലിയ വലിയ ആനപ്പാറകളും ഒക്കെയുള്ള നല്ല പ്രകൃതി മനോഹരമായിട്ടുള്ള സ്ഥലമാണ്. പകല് മാത്രം, രാത്രി അതിഭീകരതയാണ്. അത് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ വ്ളോഗിൻ്റെ ലാസ്റ്റ് വരെ കാണണം. എന്ത് മനോഹരമായിട്ടുള്ള കാഴ്ചയായിരുന്നു എന്ന് പറയുമോ. ഒന്ന് കാലത്ത് പോകുമ്പോൾ അവിടെയൊക്കെ കാടാണേ. അതിങ്ങനെ മഞ്ഞ് മൂടി നിൽക്കുന്നുണ്ടോ. ആ ഒരു കാടിൻ്റെ ഇലകളും പൂക്കളും പുഴുക്കളും കിളികളും ഒക്കെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ചിലക്കുന്നുണ്ട്. പക്ഷേ ആ മഞ്ഞത്ത് നമുക്ക് അതൊന്നും കേൾക്കാൻ പറ്റുന്നില്ല. എന്ത് രസമായിട്ടുള്ള കാഴ്ചയാണെന്ന് അറിയൂ. കാലത്ത് ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ട് അതൊക്കെ ആസ്വദിച്ച് ആ തണുപ്പൊക്കെ ആസ്വദിച്ച് പോകും ഞാൻ. ആ മുകളിൽ കാണുന്നതൊക്കെ പ്രൈവറ്റ് ഭൂമിയുണ്ട്, NRF ഭൂമിയുണ്ട് കേട്ടോ. പ്രൈവറ്റ് ഭൂമിക്കും NRF ഭൂമിക്കും ചുറ്റുമായിട്ട് മൃഗങ്ങളുടെ ശല്യമില്ലാണ്ടിരിക്കാൻ ഫെൻസിങ് ഉണ്ടായിരിക്കും. അപ്പോൾ ഞാനിങ്ങനെ ഹെൽമെറ്റ് വെച്ചിട്ടുണ്ട്, എന്നാലും ഒരു കയ്യിലാണ് ഫോൺ പിടിച്ചിരിക്കുന്നത് കേട്ടോ. വലിയ വണ്ടികളൊന്നും ഈ വഴിക്ക് വരാറില്ല എന്നുണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് 2 പ്രൈവറ്റ് ബസ് സർവീസ് ഉണ്ട്. അപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചു ഈ വഴി നിങ്ങൾക്ക് മൊത്തത്തിലൊന്ന് കാണിച്ചു തരാമെന്ന്. കാരണം ഭയങ്കര മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് ഈ വഴിയിലൂടെ യാത്ര എന്ന് പറയുന്നത്. നമുക്കിവിടെ ഒരു കുത്തും കൂടി ഉണ്ട് കേട്ടോ. കുത്തിപ്പോൾ വിനോദസഞ്ചാരത്തിനൊക്കെ വേണ്ടി തുറന്നു കൊടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അതിമനോഹരമായിട്ടുള്ളൊരു കുത്തും വെള്ളച്ചാട്ടവും ഒക്കെയാണ്. ഇതിൻ്റെ ഉള്ളിലോട്ട് കയറിയിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പാറ വെള്ളച്ചാട്ടമുണ്ട്, പക്ഷെ ഇപ്പോൾ അത് കാടിൻ്റെ ഉള്ളിലായ കാരണം അങ്ങോട്ട് ആരും കയറ്റി വിടുന്നില്ല. അങ്ങനെ നമ്മൾ ആടിപ്പാടി കളിച്ച് ചിരിച്ച് മഞ്ഞിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ എത്തിയിട്ടുള്ളത് മരോട്ടിച്ചാൽ സെൻറ്ററിലാണ് കേട്ടോ. അപ്പോൾ ഇവിടെയാണ് നമുക്ക് ജിമ്മുള്ളത്. ഇത് നമ്മുടെ കുറച്ചൊരു ഞങ്ങളുടെ ടൗൺ എന്നൊക്കെ പറയില്ലേ, ഞങ്ങളുടെ നാട്ടിലത്തെ ടൗൺ എന്നൊക്കെ പറയില്ലേ, അതാണ്. ഇപ്പോൾ ഹെൽമെറ്റൊക്കെ ഊരി വെച്ച് പതുക്കെ നമുക്ക് നമ്മുടെ ജിമ്മിൻ്റെ ഉള്ളിലേക്ക് കയറാം. ഇവിടെ നിന്ന് നമുക്ക് ബസ് സർവീസ് ഉണ്ട് കേട്ടോ. നമുക്ക് എപ്പോഴും ഇവിടെ നിന്ന് ബസ് ഉണ്ട്. 5 മിനിറ്റ് കൂടുമ്പോൾ ബസ് ഉണ്ട്.
അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ സ്ഥിരമായിട്ട് നമ്മൾ കാണുന്ന ഒരുപാട് കൂട്ടുകാരെ നമ്മൾ കാണും. ഇവിടെ വർക്കൗട്ട് ചെയ്യാൻ എത്തുന്നവർക്ക് എല്ലാവരുടെയും ലക്ഷ്യം എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ ബോഡി സ്ട്രെങ്തനിങ് ആയിരിക്കും, അല്ലെങ്കിൽ ബോഡി ബിൽഡിങ് ആയിരിക്കും. ഇതിപ്പോൾ നമുക്ക് സ്ട്രെങ്തനിങ് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ എല്ലാവരുടെയും ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് അവരുടെ ബോഡി ആയിരിക്കും. നമ്മളവിടെ ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ ഇതുപോലെ തന്നെ നമ്മുടെ ഹെൽത്ത് ഇമ്പ്രൂവ്മെൻറ്റിനെ കുറിച്ചായിരിക്കും, നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളെ കുറിച്ചായിരിക്കും. ഇവിടെ വേറെ ഒരു ചർച്ചകളും നടക്കാറില്ല. ഞാൻ പിന്നെ ലേഡീസ് ബാച്ച് ഉണ്ട് കേട്ടോ, 9 മണി തൊട്ട് 11:30 വരെ. അപ്പോൾ എനിക്ക് കുറച്ചും കൂടി സൗകര്യം ഇതാണ്. നിങ്ങൾക്കറിയാലോ, നമുക്ക് ഇത് കഴിഞ്ഞ് പതുക്കെ ഷൂട്ടിങ്ങും എഡിറ്റിങ്ങും ഒക്കെയുള്ള കാരണം കൊണ്ട് ഞാനിവിടെ എല്ലാവരോടും വർത്താനമൊക്കെ പറഞ്ഞ് നമ്മുടെ ട്രെയിനറുടെ അടുത്ത് കുറച്ച് നേരം കത്തിയൊക്കെ വെച്ച് ഞങ്ങളിങ്ങനെ പതുക്കെ വാമപ്പൊക്കെ കഴിഞ്ഞ് നമ്മുടെ ബോഡി അപ്പർ ബോഡി ചെയ്യാമെന്നുള്ള തീരുമാനത്തിൽ എത്തിയിരിക്കുകയാണ്. നമുക്ക് ഒരു റുട്ടീനുണ്ട്. മൺഡേ നമ്മൾ എന്താ പറയുക, ചെസ്റ്റും അതുപോലെ തന്നെ ട്രൈസും ചെയ്യും, പിന്നെ ഷോൾഡറും ബാക്കും ബൈസും ചെയ്യും, അത് കഴിഞ്ഞ് പിന്നെ ലെഗ് ചെയ്യും, അത് കഴിഞ്ഞ് അപ്പർ ബോഡി ലോവർ ബോഡി, അങ്ങനെ പിന്നെ ഒരു ദിവസം കാർഡിയോ, അങ്ങനെയൊക്കെയാണെന്ന് തോന്നുന്നു. ഞാനിതൊക്കെ പഠിച്ച് വരുന്നേ ഉള്ളൂ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ നമുക്കൊരു മോട്ടിവേഷൻ എന്നുള്ള രീതിയിൽ അപ്പുറത്ത് നിൽക്കുന്ന എൻ്റെ ട്രെയിനറാണ്. എൻ്റെ മക്കളെ, സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു ഹരമാണ് കേടാ. ഇത് ചെറിയൊരു, എനിക്ക് ഡാൻസ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ജിമ്മിൽ. ഓരോ വെയിറ്റ് എടുക്കുമ്പോഴും ഓരോ വെയിറ്റ് കൂട്ടിയെടുക്കാനായിട്ടുള്ള, ഒന്നാമത്തിൽ നമ്മുടെ സൂരജ്, അതായത് ട്രെയിനർ, ഒരുപാട് നമ്മളിങ്ങനെ മോട്ടിവേറ്റ് ചെയ്യും ഭയങ്കരമായിട്ട്. പറ്റും 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 എന്ന് പറഞ്ഞിട്ട്. പേഴ്സണൽ ട്രെയിനിങ് ഒന്നും അല്ല കേട്ടോ, പക്ഷേ ഇറ്റ്സ് എ കൈൻഡ് ഓഫ് പേഴ്സണൽ ട്രെയിനിങ്. അപ്പോൾ നമ്മളങ്ങനെ എല്ലാവരെയും ഒരേ രീതിയിൽ പരിഗണിച്ചിട്ട് നമ്മൾക്ക് വേണ്ടി എന്നുള്ള രീതിയിലാണ് ട്രെയിൻ ചെയ്യിപ്പിച്ച് കൊണ്ടുവരുന്നത്. അങ്ങനെ നമ്മൾ കുറച്ച് സ്ട്രെച്ചൊക്കെ കഴിഞ്ഞ് പതുക്കെ വീട്ടിലേക്ക് പോവാണ്. എനിക്ക് നമ്മുടെ വീടിൻ്റെ അടുത്ത് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ ആണ് കേട്ടോ. ആ കാട് ഇങ്ങനെ കാണാം, അതിനപ്പുറത്താണ് നമ്മുടെ വീടുള്ളത്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കണ്ട് നമ്മൾ തിരിച്ചിങ്ങനെ മടങ്ങുകയാണ് ഒരു 1.5 മണിക്കൂറിന് ശേഷം. ഇനി വീട്ടിലെത്തിയിട്ടാണ് ബാക്കി പരിപാടികളൊക്കെ കേട്ടോ. അപ്പോൾ ഞാൻ പോകുന്ന വഴി നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. നമ്മൾ ഇങ്ങോട്ട് വരുമ്പോഴും അങ്ങോട്ട് പോകുമ്പോഴും ഇത് രണ്ട് നാട്ടിലെത്തിയൊരു ഫീലാണ്. കാരണം ഇങ്ങോട്ടിങ്ങനെ ഇറക്കാണേ, അങ്ങോട്ട് പോകുമ്പോൾ മൊത്തത്തിൽ അങ്ങോട്ട് കയറ്റാം. അങ്ങനെ നമ്മൾ വീട്ടിലെത്താറായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു ചായയൊക്കെ കുടിച്ച് പതുക്കെ കുളിച്ചിട്ട് കാണാം. നമ്മളിവിടെ എത്തുമ്പോഴേക്ക് ഭയങ്കരമായിട്ട് എക്സോസ്റ്റഡ് ആവും, വിറയ്ക്കും ഇങ്ങനെ കഴിയും, ദേഹമൊക്കെ, ഫുഡ് ഒട്ടും എനർജിയും ഒന്നും ഇല്ലാണ്ടേ. എനിക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടോ നിങ്ങൾ പറയണം കേട്ടോ. ആക്ച്വലി ഞാനിപ്പോൾ ലോങ് വീഡിയോ ഇടൽ വളരെ കുറവായതുകൊണ്ടേ നിങ്ങൾക്ക് എൻ്റെ മാറ്റം പെട്ടെന്ന് വിസിബിളാവും. ഇനി കുളി കഴിഞ്ഞ് ബാങ്കിലേക്ക് ഒന്ന് പോകണം. ഇതിൽ മധുരം ഇടില്ല കേട്ടോ നമ്മൾ. അതിന് പകരം ഞാൻ നമ്മുടെ മറ്റേ ഷുഗർ ഫ്രീയുടെ ഒരു സംഭവം ഇടും, ഇച്ചിരി ഒന്ന് ആ ഒരു കയ്പ്പ് മാറാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ കാപ്പി കുടിച്ചോന്നൊരു ഫീൽ വരില്ല. കാപ്പി കുടിക്കുന്നത് അത്ര വലിയ നല്ല ശീലമൊന്നും അല്ല കേട്ടോ. പിന്നെ ദിവസത്തിൽ ഒരെണ്ണമൊക്കെ കുടിച്ചാൽ അത് പൊട്ടശീലമാവില്ല എന്ന് മാത്രം, ബട്ട് നല്ല ശീലമല്ല. എനിക്കിതിങ്ങനെ കുളു 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 എന്ന് കുടിക്കാൻ തോന്നുന്നു. അതായത് ഇങ്ങനെ അങ്ങനെ കുടിക്കില്ലേ നമ്മൾ ദാഹിച്ചിട്ട്, പക്ഷെ അങ്ങനെ കുടിക്കരുത്. ഇച്ചിരി ഇരുന്ന് സിപ്പ് ചെയ്ത് കുടിച്ച് ദി മൊമെൻറ്റ് നമ്മൾ ആസ്വദിക്കണം എന്നാണ് പറയാറുള്ളത്. ചായ കുടിക്കുന്ന ആ മൊമെൻറ്റും നമ്മൾ ആസ്വദിക്കണം അത്ര. ഇനി ഞാൻ പതുക്കെ പോയി ഒന്ന് കുളിച്ച് ഭക്ഷണം കഴിച്ച് ഡ്രസ്സ് മാറിയിട്ട് വരാം കേട്ടോ. എന്നിട്ട് നമുക്ക് ബാങ്കിൽ പോകണം, പിന്നെ തൃശ്ശൂർ പോകണം, അങ്ങനെ കുറച്ച് ആവശ്യങ്ങളുണ്ടെന്ന് എനിക്ക്. ഞാൻ വിചാരിച്ച് നിങ്ങളെയും കൂടെ കൂട്ടാമെന്ന്. പോവല്ലേ നമുക്ക്? ഞാൻ പോയിട്ടേ ഇനി നന്നായിട്ട് ശ്രീകുട്ടൻ്റെ തൊട്ടക്കുറിയുടെ ബാക്കിയാണ്, അതിപ്പോഴും പോയിട്ടില്ല. ആക്ച്വലി ഇന്ന് വർക്കൗട്ട് ചെയ്തിട്ടേ ഇല്ല. ഇന്ന് മറ്റേ ന്യൂട്രലായിരുന്നു, എന്താ പറയുക, കള്ളപ്പണിയില്ലേ, അതായിരുന്നു. കുറച്ചൊക്കെ ചെയ്ത് ബാക്കി ബൈസൊക്കെ ഒരെണ്ണം ട്രൈസൊക്കെ ഒരെണ്ണം അടിച്ച് പോന്നു. 2-3 അടിപ്പിക്കാറുണ്ട് കേട്ടോ സൂരജ്. അപ്പം അങ്ങനെ. അപ്പം ഇനി ഒരു കുളിയൊക്കെ കഴിഞ്ഞിട്ട് കാണാമെന്ന് വിചാരിച്ച്. കാലത്ത് നമ്മൾ തലയൊന്നും കഴുകില്ല കേട്ടോ. ഞാൻ എന്നും വൈകുന്നേരമാണ് തല കഴുകുക. അത് ഡെയിലി കഴുകുകയും ചെയ്യും. എന്നിട്ട് ജസ്റ്റ് ബെഡിൽ കയറുന്നേക്കാൾ മുന്നാണ് തല കഴുകി വയ്ക്കുക കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഞാൻ തടി കുറയാൻ വേണ്ടിയിട്ടല്ല കേട്ടോ ട്രെയിനിങ്ങിനോ അല്ലെങ്കിൽ നമ്മുടെ ജിമ്മിലേക്കോ പോകുന്നത്. എനിക്ക് ഫൈബ്രോയിഡ് ഉണ്ട്, അതൊന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞാൻ നിങ്ങളോട് ഒരുപാട് വട്ടം പറഞ്ഞിട്ടുള്ള കാര്യമാണ്.
നല്ല മാറ്റമുണ്ട്, ബ്ലീഡിങ്ങൊക്കെ നല്ല രീതിക്കുള്ള കുറവുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ ഒരു 10-200 ഗ്രാം വെച്ച് ആഴ്ചയിലൊക്കെ കുറഞ്ഞു വരുന്നുണ്ട്. ഞാൻ എല്ലാവരെയും പോലെ തടി കുറയുന്ന ടൈപ്പ് അല്ല കേട്ടോ. ഞാൻ നട്ടപ്പോഴും ഒരു കൊട്ട, പറിച്ചപ്പോഴും ഒരു കൊട്ട എന്നുള്ള രീതിയാണ് എൻ്റെ ബോഡി. അപ്പോൾ നമ്മൾ ഞവരരിയാണ് കേട്ടോ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് കഴിക്കാറുള്ളത്. മാത്രമല്ല പിന്നെ ഞാൻ കടലും വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പ്രോട്ടീൻ അത്യാവശ്യം നല്ല രീതിക്ക് ഉള്ളിൽ ചെല്ലണേ. പിന്നെ എനിക്ക് നമ്മുടെ ഇന്ന് അമ്പലത്തിൽ പാട്ട് കേൾക്കാനായിട്ട് കുറച്ച് വൈകിയായിരുന്നു, പാട്ട് വെച്ചില്ലായിരുന്നു തോന്നുന്നു. അപ്പോൾ എനിക്ക് തോന്നി പിന്നെ നമ്മൾ അയ്യപ്പ ഭക്തി ഗാനങ്ങൾ കേൾക്കാൻ. കാരണം ഇപ്പോൾ ജിമ്മിൽ പോകുമ്പോൾ എല്ലാവരും അയ്യപ്പന്മാരാണ്. അപ്പോൾ നമ്മൾ ആ ഒരു ഞവരരി ഇത്തിരി കൂടെ ഉപ്പിട്ടിട്ട് നന്നായിട്ട് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിന് ജസ്റ്റ് ഒന്ന് ഊറ്റിയെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് മതി. പക്ഷേ ശ്രീകുട്ടൻ്റെ അരി കഴിക്കില്ല കേട്ടോ, ഭയങ്കര ചുമപ്പാണ് ഇതിന്. ഇത് നമ്മുടെ ബ്ലഡിലത്തെ അയേണിൻ്റെ കണ്ടൻറ്റ് കൂട്ടാൻ വേണ്ടിയിട്ടും പിന്നെ ഇത് ഒരുവിധം തവിടോട് കൂടിയിട്ടുള്ള അരിയായ കാരണം കൊണ്ട് ഭയങ്കര മിനറൽസും പ്രോട്ടീൻ ഇല്ല, കാർബ്സൊക്കെ ഉണ്ട് ഇതിൽ. പക്ഷേ നമ്മൾ കാർബ്സും കഴിക്കണമല്ലോ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ ഒരു ഞവരരിയിലേക്ക് മാറിയിട്ടുള്ളത് കേട്ടോ. ഞാൻ സാധാരണ അരിയും വെക്കാറുണ്ട്, ജയയുടെയാണ് വെക്കാറുള്ളത്. അപ്പോൾ കടല നമുക്കൊന്ന് കാച്ചിയെടുക്കണം. കടല കുറച്ച് മാറ്റി വെച്ചിട്ടുള്ളത് നമ്മൾ സലാഡിലേക്കാണ് കേട്ടോ. വൈകുന്നേരം ഇവിടെ ഞാൻ സലാഡാണ് കഴിക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ ഇഞ്ചിയും അതുപോലെ നമ്മുടെ വെളുത്തുള്ളിയും അതുപോലെ തന്നെ കുഞ്ഞുള്ളിയും നന്നായിട്ടൊന്ന് കുത്തിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് എണ്ണയിലിട്ട് അതൊന്ന് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമ്മുടെ വറ്റൽമുളക് പൊടിച്ചതും അതോടൊപ്പം തന്നെ കറിവേപ്പിൻ്റെ ഇലയിട്ട് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ഉപ്പിട്ടിട്ടാണ് നമ്മൾ കടല വേവിക്കാറുള്ളത്. അതും കൂടി ഇട്ട് കൊടുത്ത് ആ വെള്ളം ഒന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഉപ്പേരി റെഡി ആയിട്ടോ. കുറച്ച് മറ്റേ മുട്ടക്കറിയും കൂടെ വെക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ എല്ലാവരും എന്നും ഞാൻ മുട്ടക്കറി വെച്ചാലും അതിനുള്ളൊരു കമൻറ്റ് ഉണ്ടാവും, ശ്രീ മുട്ടക്കറിയുടെ റെസിപ്പി ഒന്ന് വിശദമായിട്ട് പറയണമെന്ന്. എല്ലാ നാട്ടിലും ഇത് വെക്കാറില്ലേ, എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ കഴിഞ്ഞ ദിവസം ഇപ്പോൾ ഈ ഒരു സംഭവം തന്നെ റീലിട്ടായിരുന്നു. എടാ റീലല്ല, എന്താണ് പറയുക, ഷോർട്സ് ഇട്ടായിരുന്നു. അപ്പോൾ എന്നോട് കുറേ ആൾക്കാർ ചോദിച്ചു ഇത് ആദ്യമായിട്ട് കാണാണല്ലോ എന്ന്. പക്ഷെ നമ്മുടെ ഇവിടെ സ്ഥിരമാണ്. നമ്മളിതിൽ എണ്ണ ചൂടാകുമ്പോൾ അതിനുള്ളിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കും. പിന്നെ നമ്മൾ സവാളയും നമ്മുടെ കുഞ്ഞുള്ളി ധാരാളം ഇടും കേട്ടോ. അതിലും കുറച്ച് അരിഞ്ഞിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുത്ത് പിന്നെ നമ്മൾ കുടംപുളിയും നമ്മുടെ വേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ആ പച്ചമണം ഒന്ന് മാറി വരുമ്പോൾ നമ്മളതിലേക്ക് മഞ്ഞപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയും ഇട്ട് കൊടുക്കും. എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ആ ഒരു പച്ചമണം മാറി വരുമ്പോൾ പൊടിയുടെ ഒരു പച്ചക്കുത്തൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമ്മൾ 1-2 തക്കാളി നമ്മുടെ പുളിക്ക് അനുസരിച്ചിട്ട് ഒന്ന് ഒഴിച്ചു കൊടുത്ത് അത് നന്നായിട്ടൊന്ന് വേവിക്കും. എന്നിട്ട് നന്നായിട്ട് വെന്ത് വരുമ്പോൾ എണ്ണ തെളിയില്ലേ, അപ്പോഴാണ് നമ്മൾ അതിലേക്ക് നാളികേരം പാൽ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. 1-ാം പാൽ 2-ാം പാൽ സെപ്പറേറ്റ് ആയിട്ട് ഒഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ 2-ാം പാൽ ഒഴിച്ച് നമ്മുടെ മുട്ടയിട്ട് ഒന്ന് തിളപ്പിച്ചിട്ട് മുട്ട പുഴുങ്ങിയിട്ടൊന്ന് തിളപ്പിച്ചിട്ട് നമുക്ക് 1-ാം പാൽ ഒഴിച്ചു കൊടുത്താലും മതി. പിന്നെ സാധാരണ മീൻ കൂട്ടാനിലേക്ക് ഉള്ള പോലെ തന്നെ ഉള്ളി കാച്ചും, ഉള്ളിയും അതുപോലെ തന്നെ നമ്മുടെ കുറച്ച് കളറ് വേണമെന്നുണ്ടെങ്കിൽ കാശ്മീരി ചില്ലി അങ്ങനെയൊക്കെ ഇട്ടിട്ട് നമുക്ക് വെളുത്തുള്ളി കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് നമുക്ക് കാച്ചി എടുത്തിട്ടുണ്ടെങ്കിൽ അടിപൊളി മുട്ടക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. കിച്ചൺ വൃത്തിയാക്കണ വ്ളോഗിൽ ഇതൊക്കെ ഞാൻ കാണിച്ചതാണ്. എന്നാലും ഇതിന് എത്ര രൂപയായിന്ന് 1-2 കമൻറ്റ് വന്നായിരുന്നു. അതിന് 299 രൂപ 199 രൂപ 249 രൂപയാണ് ആയത്. നമ്മുടെ ഉള്ളി കാച്ചണേന് പ്ലേറ്റിന് 150 രൂപ. ഇത് ഓൺലൈനിൽ നല്ല പ്രൈസ് ഉണ്ട് കേട്ടോ. ഇത് നമ്മൾ വീടിൻ്റെ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിച്ചതാണ്. പക്ഷേ ഞാൻ പ്രൊഡക്റ്റ് ടാഗ് ചെയ്യാം, എല്ലാവർക്കും ഇത് അവൈലബിൾ ആയിക്കോണമെന്നില്ല. 90 രൂപയാണ് ഈ വലിയ കപ്പിന്. ഇതിലൊരു കപ്പ് കാപ്പി ഞാൻ കുടിക്കും, അങ്ങനെ ഒരു വട്ടം കുടിക്കും. പിന്നെ ഒരു 10 ഗ്ലാസ് വെള്ളവും കുടിക്കും അതിൽ. അത്രയധികം വെള്ളം കുടിക്കും ഞാൻ. പിന്നെ മറ്റേ ഗ്ലാസ്സിന് 60 രൂപയാണ് ആയിട്ടുള്ളത്, ചെറിയ ഗ്ലാസ്സിന്. പിന്നെ നമ്മുടെ വലിയ ഗ്ലാസ്, പിന്നെ നമ്മുടെ ആ നീല കളറുള്ളതിന് 130-140 രൂപയാണ് ആയിട്ടുള്ളത് കേട്ടോ. നമ്മുടെ ആ വലിയ നീല കളറിലുള്ള പ്ലേറ്റിന് നല്ല ഭംഗിയിലൊക്കെ ചോറ് വിളമ്പാമെന്ന് വിചാരിച്ച് കൊണ്ട് കൊട്ടിയതാണ്. പക്ഷെ അത് നന്നായിട്ട് ടൈറ്റ് ആയിട്ടുണ്ടായില്ല, അതുകൊണ്ട് 4 വശത്തേക്കും ചെതറിപ്പോയി. പിന്നെ നമ്മുടെ കടല ഉപ്പേരി, അതുപോലെ തന്നെ നല്ല കടുമാങ്ങ അച്ചാറ്, 2 കഷ്ണം മുട്ട. ഇതാണ് നമ്മുടെ ഇന്നത്തെ ഫുഡ് എന്ന് പറയുന്നത്. ഇത് ഞാൻ കഴിക്കുമ്പോൾ ഒരു 4 മണിയൊക്കെ ആവാറുണ്ട് കേട്ടോ. ഇന്ന് പക്ഷേ നമുക്കിത് കഴിച്ചിട്ട് വേണം പതുക്കെ ബാങ്കിലേക്ക് ഒന്ന് പോകാൻ വേണ്ടിയിട്ട്. അവിടെ പുതിയൊരു അക്കൗണ്ടിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് പോയിട്ട് വരാം കേട്ടോ. ബസ്സിലാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. പുലിക്കണ്ണി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലമുണ്ട് നമ്മുടെ ഇവിടെ അടുത്ത്. അവിടെ വരെ ഭാഗ്യം തന്നെ കൊണ്ടുവിട്ടു. പിന്നെ അവിടെ നിന്ന് ബസ്സിലാണ് പോകാറുള്ളത്. ഞാൻ ബൈക്കിൽ പോകാമെന്ന് പറഞ്ഞതാണ്, പക്ഷേ എനിക്ക് ടൗണിൽ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു, തൃശ്ശൂർക്ക്. അപ്പോൾ ടൗണിലേക്കൊന്നും ഞാൻ 2 വീലർ കൊണ്ടുപോകേണ്ട ഒരു പരിചയത്തിൽ എത്തിയിട്ടില്ല. അപ്പോൾ ബാങ്കിൽ പോകുമ്പോൾ ഫോട്ടോ എടുക്കണ്ടേ, അവിടെ ചെന്നപ്പോഴാണ് ഫോട്ടോ എടുക്കേണ്ട കാര്യം ഞാൻ മറന്നത്. അങ്ങനെ തന്നെ നേരെ നമ്മുടെ തലൂരുള്ള സുധിയേട്ടൻ്റെ സ്റ്റുഡിയോയിൽ പോയി. സുധിയേട്ടൻ്റെ അടുത്ത് നിന്ന് കുറേ വർത്താനമൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മുടെ മുഖത്തെ പാടുകളും ചന്ദ്രകളും കലകളും ഒക്കെ മാറ്റി തരികയാണ്. അങ്ങനെ ഞാൻ നോക്കിപ്പിണ്ടോ എൻ്റെ മുഖത്തൊരു ഒറ്റ പാടില്ലാത്ത ഭയങ്കര ക്ലീൻ ആൻഡ് ക്ലിയർ ഫേസ് ആയിട്ടുള്ള ഞാൻ ധരിക്കുന്നു. എന്താലേ. അപ്പോൾ ഇതാ നമുക്ക് ഫോട്ടോ കൊണ്ടിന് ബാങ്കിൽ പോവാം. ബാങ്കിൽ ചെന്നപ്പോൾ അവിടെ ഒടുക്കത്തെ തിരക്ക്. ഞാൻ അവിടെ കട്ട പോസ്റ്റായിരുന്നു. 2 മണിയായി അവിടെ നിന്ന് ഇറങ്ങി വന്നപ്പോൾ. അവിടെ നിന്ന് ഇറങ്ങിയതും തൊട്ടപ്പുറത്തേക്ക് നടക്കാനുള്ള ദൂരമുള്ളൂ നമ്മുടെ കടയിലേക്ക്. അങ്ങനെ കടയിലേക്ക് വന്നു. അവിടുത്തെ അമ്മ നിൽക്കുന്നു, ലക്ഷ്മി നിൽക്കുന്നു,
രതീഷ്, പ്രസാദ്, പയ്യേട്ടൻ എല്ലാവരും ഉണ്ടായിരുന്നു. അവിടെ ഞാൻ ഒരു ഗ്ലാസ് ഓറഞ്ച് ജ്യൂസ് കുടിച്ചു. പിന്നെ നേരെ വണ്ടിയിൽ അങ്ങോട്ട് വിട്ടു. എങ്ങോട്ട്? തൃശ്ശൂർക്ക്. തൃശ്ശൂർ ഒരു എക്സ്പോ നടക്കുന്നുണ്ട്. അപ്പോൾ അവിടേക്ക് ഒരു ക്ഷണം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അങ്ങോട്ട് പോകാൻ നിൽക്കുകയാണ് കേട്ടോ. അമ്മേനെ കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. കുറച്ച് ദിവസമായി അമ്മേനെ കാണാണ്ട്. ഇടയ്ക്കിടയ്ക്ക് അമ്മേനെ അച്ഛനെയൊക്കെ ഇങ്ങനെ കാണാൻ തോന്നും. അപ്പോൾ ഞാൻ പതുക്കെ ചേച്ചിയുടെ അടുത്തേക്ക് പോകാറാണ് പതിവ്. പക്ഷേ ഈ ആഴ്ച പോകണില്ല, കുറച്ചധികം പരിപാടികളുണ്ട്. അപ്പോൾ ഈ എക്സ്പോ ഒന്ന് കണ്ടു കഴിഞ്ഞിട്ട് നമുക്കിനി ബാക്കി വിശേഷങ്ങളിലേക്ക് കടക്കാം. ഞാൻ എക്സ്പോ എന്ന് വിചാരിച്ചപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കിച്ചൺ ഐറ്റംസും നമ്മുടെ ഷൂട്ടിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ് ചാടിത്തുള്ളി കെട്ടും കടയെടുത്ത് പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ അവിടെ അങ്ങനെയല്ലായിരുന്നു. മുഴുവൻ ഈ വീടുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫ്ലാറ്റുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സംഭവങ്ങളായിരുന്നു. അപ്പോൾ കുറച്ച് വെറൈറ്റി ആയിട്ട് ഫീൽ ചെയ്തത് ഈ തേൻ ചേട്ടനെയാണ് കേട്ടോ. തേൻ പോലെ മധുരമായിട്ട് സംസാരിക്കുന്ന ചേട്ടനും ഒരു ചേച്ചിയും. അവർ ആ ബോട്ടിൽ എനിക്ക് അതിലേറെ ഇഷ്ടപ്പെട്ടു. അവിടെ ഇഞ്ചി തേൻ, ടർമറിക് തേൻ, അതുപോലെ തന്നെ കാട്ടുതേൻ, പിന്നെ അങ്ങനെ എന്തൊക്കെയോ തേനുകളുണ്ടായിരുന്നു. കുറേ തേനുകളുടെ കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ നമുക്കും ഈ തേനുകളായിട്ട് കുറച്ചധികം ബന്ധമുള്ള കാരണം കൊണ്ട് കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു. അവരുടെ കയ്യിൽ നിന്ന് തേനിലിട്ട് അച്ചാറും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അവിടുത്തെ ചേച്ചി എനിക്ക് ഷൂട്ട് ചെയ്ത് തന്നു. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ കണ്ട് മടങ്ങി. ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ നടക്കില്ലേ, നമ്മളിങ്ങനെ നമ്മുടേതായ ലോകത്തിലേക്ക് ഇങ്ങനെ നടക്കില്ലേ, ആ ഒരു നടത്തായിരുന്നു അതിൻ്റെ ഉള്ളിൽ കേട്ടോ. ഞാൻ തന്നെ വെറുതെ ഒന്ന് പോയി നോക്കിയതാണ്. ഇവിടെ ഒന്ന് വരാനായിട്ട് ഇവർ ഇൻസ്റ്റാഗ്രാമിലൊന്ന് എന്നെ അപ്രോച്ച് ചെയ്തതാണ്. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ വെറുതെ ഒന്ന് വന്ന് ഒന്ന് കണ്ടുപിട്ട് പോരാമെന്ന് വിചാരിച്ചു. പിന്നെ അവിടെ നമ്മുടെ ഫോളോവേഴ്സിന് ഒരുപാട് പേരെ കണ്ടു. ഒരുപാട് പേര് സ്റ്റോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു ഇത്തേനെ കണ്ടു. ആൾക്ക് ടീഷർട്ടിൻ്റെ പ്രിൻറ്റിങ് ആണ് ഇത്. പിന്നെ മായ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡയമണ്ടിൻ്റെ ഒരു സ്റ്റോളാണ്. ഡയമണ്ടിൻ്റെ മൂക്കുത്തികളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും നമ്മളിങ്ങനെ കണ്ടിട്ടേ ശ്രീ കാണാറുണ്ട്, എന്താ പറയുക, സംസാരിക്കാൻ പറ്റിയതിൽ സന്തോഷമുണ്ട് എന്നൊക്കെ പറഞ്ഞിങ്ങനെ നമ്മളെ അപ്രോച്ച് ചെയ്തിട്ട് നമ്മളെങ്ങനെ അറിയുമെന്ന് പറയുമ്പോൾ ഒരു സന്തോഷം ഉണ്ടല്ലോ. അതിങ്ങനെ പബ്ലിക്കിൽ ചെല്ലുമ്പോൾ നമുക്ക് കിട്ടുമ്പോൾ ഭയങ്കര ഒരു പ്രൗഡ് ഫീലാണ് കേട്ടോ. പിന്നെ ശ്രീകുട്ടൻ കുറച്ച് നാളായി ഡൂഡിലിൻ്റെ ഈ സൈക്കിൾ വേണമെന്ന് പറയുന്നത്, ഇലക്ട്രിക് സൈക്കിള്. അവനിപ്പോൾ നമ്മൾ കൊണ്ടുവിടുകയാണല്ലോ സ്കൂളിലോട്ട്. അപ്പോൾ 5 അടിയുള്ളവർക്ക് മാത്രമേ ഇത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്ന്. എനിക്ക് പോലും പറ്റില്ല, കാരണം ഞാൻ ചെടിയില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ അടുത്ത കൊല്ലം, അവൻ എന്തായാലും അടുത്ത കൊല്ലം എന്നെക്കാളും നന്നായിട്ട് ഹൈറ്റ് വയ്ക്കും. അപ്പോൾ അടുത്ത കൊല്ലം അത് മേടിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഈ കാർവിങ്സ് ഉണ്ടല്ലോ, അതിൻ്റെ ഒരു സ്റ്റോൾ ഉണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു. മോഹൻലാലിൻ്റെ ചെറിയൊരു ചായ ഉണ്ടല്ലേ, 2-ാം ഊഴം സിനിമയിലത്തെ ഭീമനാണ് അത്ര. അത് ഓൻ അടിപൊളിയാണ് കേട്ടോ. പിന്നെ ഈ പെറ്റിൻ്റെ ഗ്രൂമിങ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു. ഇപ്പം ഭയങ്കര ഫ്രണ്ട്ലിയാണ് കേട്ടോ. ഞാൻ ആദ്യം വിചാരിച്ചത് ഡമ്മിയാണ്, അതുപോലെ തന്നെ നമ്മുടെ ടെഡി പോലെയുള്ള സംഭവമൊക്കെയാണെന്നാണ്. പക്ഷെ അവൻ ഭയങ്കരമായിട്ട് സംസാരിക്കണു അവൻ്റെ ഓണറുടെ അടുത്ത്. അപ്പോൾ ഞാൻ ചെന്നപ്പോൾ എൻ്റെ അടുത്തും ഭയങ്കര നക്കലും പിടിക്കലും. നമുക്കിങ്ങനെ ഒന്നാമത്തെ എനിക്ക് പെറ്റുകളെ ഭയങ്കര ഇഷ്ടമാണ്. അടിപൊളിയാണ് കേട്ടോ. ആ ചേട്ടൻ ഇങ്ങനെ ഇവരുടെ ഗ്രൂമിങ്ങിൻ്റെ ഷോപ്പ് ഇങ്ങനെ നടത്തുകയാണ് അത്രേ. പിന്നെ വേറെ കുറേ അൽത്തുകുളത്ത് സംഭവങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇത് ആ റബ്ബറിൻ്റെ സ്റ്റാച്യൂസും കാര്യങ്ങളൊക്കെയാണ്. ഇതിനെന്തോ ഒരു പേര് പറയില്ലടാ, എനിക്കറിയാൻ പാടില്ല സാറേ. എന്തൊക്കെയോ കാര്യങ്ങളുണ്ടായിരുന്നു അവിടെ. ഏറ്റവും ലാസ്റ്റ് സ്റ്റോള് നമ്മൾ കഴിഞ്ഞിറങ്ങുമ്പോൾ അവിടെ ഒരു അങ്കിള് കാണുന്നുണ്ടോ, ബലൂൺ കൊണ്ട് ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. ഇതിനെന്താ പറയുക, ബലൂൺ ആർട്ടിസ്റ്റാണ് അങ്കിള്. നല്ല അങ്കിളാണ്. എല്ലാത്തിനും 50 രൂപ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ നമുക്ക് ഇനിയും ഒരുപാട് സ്ഥലത്തേക്ക് പോകാനുണ്ട്. അത് കാരണം എനിക്ക് വുഡ്ലാൻഡിൻ്റെ ഷോപ്പിലേക്കൊക്കെ പോകാണ്ടായിരുന്നു, ഒരു ചെരുപ്പൊക്കെ എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി എനിക്കത് അവിടെ നിന്ന് മേടിക്കാൻ പറ്റിയില്ല. അങ്ങനെ നമ്മൾ നമ്മുടെ വടക്കുന്നാഥനെ വലം വെച്ച് ഷോപ്പിലേക്കൊക്കെ പോയി അവിടെ നിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ സ്വീകരിച്ചും അവരോട് കുറച്ച് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തും നമ്മൾ പതുക്കെ ഇങ്ങനെ ഒറ്റയ്ക്ക് നടന്ന് ഞാൻ വടക്കുന്നാഥനെ കണ്ട് വീട്ടിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ് കേട്ടോ. ഇവിടെ ഷൂട്ട് ചെയ്യാനൊന്നും പറ്റില്ല അത്ര. ഇപ്പോൾ ക്യാമറയൊന്നും അലൗഡല്ല. ഞാനിങ്ങനെ എല്ലാവരും ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്, അതിൻ്റെ കൂട്ടത്തിൽ ഞാനും അവിടെ എടുക്കുന്നു മാത്രം. ഒറ്റയ്ക്കുള്ള ഒരു കുഞ്ഞ് ട്രിപ്പ് തൃശ്ശൂർ. കുറച്ച് ദിവസം അതിൻ്റെ വീടിൻ്റെ ഉള്ളിൽ അടഞ്ഞിരിക്കണം. അപ്പോൾ ഞാൻ വെച്ചൊന്ന് പുറത്തേക്ക് പോകാൻ വെച്ചിട്ട് ഡാൻസ് ക്ലാസ്സിലേക്കൊക്കെ ഒന്ന് കയറണമായിരുന്നു. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തിയപ്പോഴേക്കും നമ്മുടെ ഇക്കയുണ്ടല്ലോ, നമ്മുടെ മീൻ കൊണ്ടുവരുന്ന ഇബ്രാഹിം ഇക്ക, ആളെനിക്ക് വലിയൊരു ചൂരമീൻ അച്ചാറിടാൻ കൊണ്ടുവന്ന് നോക്കണം. മാത്രമല്ല ചെമ്മീനും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ചെമ്മീൻ ഞാൻ വന്നപ്പോൾ തന്നെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ ചൂരമീനാണ് ഇത്. എനിക്ക് ഇളയമയാണ് വെട്ടിത്തരാറുള്ളത്. ഇതിപ്പോൾ ഈ പാതിരാത്രി ഞാൻ ഇളയമയുടെ അടുത്ത് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ പാവ ഇളയമനെ പ്രാവിക്കൊല്ലെന്ന് വിചാരിച്ചിട്ട് ഒന്നും പറയില്ല കേട്ടോ. ഇളയമ എനിക്ക് അടിപൊളിയായിട്ട് വെട്ടിത്തരും. എന്നാലും എൻ്റെ മനസാക്ഷി അനുവദിക്കേണ്ടായിരുന്നില്ല പാവത്തിൻ്റെ പാതിരാത്രി ബുദ്ധിമുട്ടിപ്പിക്കാൻ വേണ്ടിയിട്ട്. പാതിരാത്രി ഒന്നായിട്ടില്ല കേട്ടോ, 8 മണിയൊക്കെ ആയിട്ടുള്ളൂ. എന്നാലും തക്കുട് കൂട്ടൻ ചക്കര മുത്തു എന്നൊക്കെ പറഞ്ഞ് ഞാൻ അവനങ്ങോട്ട് വെട്ടി. അതും നമ്മുടെ പുതിയ കത്തി. കഴിഞ്ഞ പോലെ എക്സിബിഷന് ഞാൻ മേടിച്ചതാണ് ഇവനെ. പക്ഷെ കത്തിയുടെ മൂർച്ച കാരണം കൊണ്ടിടാ വളരെ എളുപ്പത്തിലും നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനായിരുന്നു എനിക്ക് വെട്ടിയെടുക്കാൻ പറ്റി. ഞാൻ മീൻ അച്ചാർ ഇടണമെന്ന് കുറച്ചധികം ദിവസമായി വിചാരിക്കണം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഡയറ്റ് ഇങ്ങനെ ഫോളോ ചെയ്യുമ്പോൾ കുറച്ച് എണ്ണയൊക്കെ കുറച്ച് ഇതുപോലെ എന്തെങ്കിലും ഒരു ഐറ്റം
ചോറിൻ്റെ ഒരു സൈഡിൽ അങ്ങോട്ട് ഉണ്ടാവുകയാണെങ്കിൽ ഈ ഡയറ്റ് വലിയ മടുപ്പിക്കാണ്ട് മുന്നോട്ട് പോയി. സലാഡുകളൊക്കെയാണ് ഒരു നേരമൊക്കെ കഴിക്കുക. ഒരു നേരം നമ്മൾ ചോറുണ്ണുള്ളൂ, അതും വളരെ കുറച്ച് ചോറ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ ഇത്തിരി നല്ല രീതിയിൽ നല്ല വായിക്ക് രുചിയായിട്ടുള്ള എന്തെങ്കിലും കഴിക്കണമെന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അത് കുറച്ച് ഉപ്പും മുളകും മഞ്ഞപ്പൊടിയൊക്കെ തിരുമ്മി അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനി അച്ചാർ ഇടണം. അങ്ങനെ ശ്രീകുട്ടന് ഇവിടെ അടുത്തൊരു ട്യൂഷൻ ക്ലാസ് ഉണ്ട്. അടുത്തല്ല, നമ്മൾ ജിമ്മിന് പോണ വഴിയിലാണ്. അവൻ അവിടെ നിന്ന് കൂട്ടിയിട്ട് വരാം. രമ്യ ശ്രീകുട്ടന്റെ കാലത്ത് കണ്ട അതിമനോഹരമായ മഞ്ഞ് വീഴ്ച ഉള്ള ആ ഒരു വഴിയുണ്ടല്ലോ, അതാണ് ഇത്രയും ഭീകരതയിൽ ഇപ്പോൾ നമ്മൾ കാണുന്നത് കേട്ടോ. ആക്ച്വലി നമ്മുടെ ഇവിടെ മൃഗങ്ങളുണ്ടോയെന്നൊക്കെ ചോദിക്കാറുണ്ട്. ഈ പന്നി, മാൻ, കുരങ്ങ്, മുയൽ, ഈ വക സംഭവങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ ഇവിടെ. പിന്നെ ആന, പുലി, മയിൽ, ഓട്ടമൊക്കെ ഉണ്ടാകുന്ന ചോദിച്ചിട്ടുണ്ടെങ്കിൽ NRF ഭൂമിയാണല്ലോ പിന്നിലോട്ട്, അവിടെയൊക്കെ ഉണ്ടാവാണ്ടിരിക്കില്ലല്ലോ. പക്ഷേ നമുക്ക് അങ്ങനെ വലിയ ശല്യമായിട്ടൊന്നും വന്നിട്ടില്ല. എല്ലാവരും ഫെൻസിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ വഴിയിലൊക്കെ ആൾക്കാരുണ്ടാവും. അമ്പലം, ചേച്ചിമാർ ഇവിടെ നിന്ന് ഡാൻസ് പഠിക്കുന്നു, വട്ടക്കിളി പഠിക്കുന്നു. സന്ദർഭങ്ങൾക്കനുസരിച്ച് മറ്റേ മുഖച്ചായി മാറുന്നതാണ് നമ്മുടെ നാടിൻ്റെ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമുക്ക് നാളെ വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ, സ്റ്റേ